ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണ ഒരു ഡിഷ് എന്താ വെച്ചാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ റവ ദോശ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, എന്നാലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റവ ദോശയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഹോട്ടലിലൊക്കെ കിട്ടണ മാതിരിത്തെ. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തെന്നൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റവ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതേമാതിരി മൈദ അതേ അളവിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി അതേ അളവിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഓരോ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഉള്ളി വന്നിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. കൊത്തമല്ലി ഇല ആവശ്യത്തിന്, ഒരു 2 പച്ചമുളക്, ഒരു ഇത്തിരി പഞ്ചസാര, ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര, ജീരകം ഒരു 1/2 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുരുമുളക് ചെറുതായിട്ട് പൊടിക്കേണ്ട, ഒന്ന് കല്ലിൽ വെച്ച് ചെറുതായിട്ട് പൊടിച്ചത്, വെള്ള എള്ള്. ഇത്ര സാധനങ്ങളാണ് ഈ റവ ദോശയ്ക്ക് വേണ്ടത്. ഇനി ഇത് നമ്മൾ നല്ലപോലെ എങ്ങനെ ദോശ പരുവത്തിൽ കലക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഒന്ന് അരക്കല്ല, പൊടിച്ച് വെച്ചതാണ്. കൊത്തമല്ലി ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം, ചെറുതായി അരിഞ്ഞത്. നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടത് എന്തായാലും വേണം, ഇഞ്ചി വേണം, അപ്പോഴേ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊരു ചെറിയ കഷ്ണം. ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പിടാം, ഒരു ചെറിയ ടീസ്പൂണായിട്ടിരിക്കണം. ഇത് നമുക്ക് കലക്കിയെടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇത് കലക്കാം. ഇങ്ങനെ നല്ല വെള്ളം മാതിരി ഇരിക്കണം നമ്മൾ ഇത് കലക്കണത്. അപ്പോഴേ അതിൽ കോരി ഒഴിക്കാൻ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ, ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ദോശ റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിക്കാതെ ഒരു ഉള്ളി എടുത്തിട്ട് അതിനെ നല്ലപോലെ തേക്കണം. ദോശക്കല്ലിൽ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിനെല്ലാം ഈ ഓട്ടയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വെന്തതിൻ്റെ ശേഷം എണ്ണ ഒഴിക്കണം. അടച്ച് വെച്ച് വേവിക്കണമെങ്കിലും നമുക്കത് നമ്മുടെ ഇഷ്ടമാണ്, അടച്ച് വെച്ചും വേവിക്കാം.
അങ്ങനെ ചുറ്റി ചുറ്റി വേവിച്ചാൽ നല്ലപോലെ വേവുള്ളൂ. നല്ല മെലിഞ്ഞിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ചട്നിയും കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, അതേമാതിരി നേരത്തെ കൂടി ഒന്ന് ഒഴിക്കാമെങ്കിൽ നല്ല പോലെ എത്രത്തോളം വെള്ളമായിട്ട് ഒഴിക്കണോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. വെന്ത ഉടനെ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇതിനെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാപ്പോഴും നല്ല ഈ കയ്യിലുകൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാറ്. ഇതിന് മാത്രം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. പിന്നെ വെന്തതിൻ്റെ ശേഷമേ എണ്ണ ഒഴിക്കുള്ളൂ. ഇതിൻ്റെ മുകളിലെല്ലാം വെന്തതിൻ്റെ ശേഷം ഇപ്പോഴാണ് എണ്ണ ഒഴിക്കുന്നത്. ഇവിടെ മുകളിലൊക്കെ വെന്ത് കഴിഞ്ഞു. എത്രത്തോളം നമുക്ക് മെലിഞ്ഞ് ഒഴിക്കാൻ പറ്റുമോ നീട്ടി ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എണ്ണ ഒഴിക്കാം. ഒന്നിങ്ങനെ കാണിക്കുമ്പോൾ വേഗാത്തതുണ്ടെങ്കിൽ വെന്തും കിട്ടും. നമ്മൾ തിരിച്ചിടുന്നില്ലല്ലോ ദോശ, മെലിഞ്ഞതായതുകൊണ്ട് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്തത്. നല്ല മെലിഞ്ഞ് കിട്ടുന്നുണ്ടോ. അത്രയാകുമ്പോൾ എത്ര ദോശ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ സൂപ്പർ റവ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലൊരു ചട്നിയും കൂട്ടി കഴിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരിക്കും. ഇത് വീട്ടിൽ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നുണ്ടോ നല്ല മെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.